കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഗൗതമൻ മടങ്ങി വന്ന് ഇന്ദ്രൻ ഇറങ്ങിപ്പോണത് കണ്ടു. അതായത് അഹല്യയെ പ്രാപിച്ചതിന് ശേഷം ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോണത് കണ്ടപ്പോൾ ആദ്യം ഇന്ദ്രനെ ശപിച്ചു. അത് കഴിഞ്ഞ് അഹല്യം ശപിച്ചു എന്നാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പം ഇനി അതന്നെ എത്ര നന്നായിട്ട് ഈ എഴുത്തച്ഛൻ്റെ കുറച്ച് ഭാഗം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. എന്താ അറിയോ, ഗൗതമൻ എങ്ങനെയാണ് ശപിക്കണമെന്നൊക്കെ എന്നുള്ളതേ. അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോഴേ. താനില്ലാത്തപ്പോൾ ഇന്ദ്രൻ തൻ്റെ വേഷം കെട്ടി ആ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ പറയുകയാണ് ഗൗതമൻ പറയണതാണ് എത്ര നന്നായിട്ടാണ് എഴുത്തച്ഛൻ അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കണേ. നില്ലാരാകുന്നതെന്തിനു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം, നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ, വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവേനിപ്പോൾ. ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം, നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ. അപ്പോൾ എങ്ങനെയാണ് ശപിച്ചത്? സഹസ്ര ഭഗനായി ഭവിക്ക ഭവാനിനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ദുഃഖിച്ച് പേടിച്ച് പറിച്ച് നിൽക്കണ അഹല്യോട് എന്താ പറയണത്? കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നോ പാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിയിടുവാൻ, നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ, രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കേണം. നീഹാര താപവായുർവർഷാദികളും സഹി, ചാഹാരാദികളെയും കൂടാതെ ദിവാരാത്രം. നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ, കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ വത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും എന്നാണ് പറഞ്ഞത്. അതന്നെ സെയിം. അതായത് എത്രമാത്രം അധ്യാത്മരാമായണത്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുത്തച്ഛൻ എഴുതിയെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ശരിക്കും അതുപോലെ തന്നെ എഴുതിയിരിക്കണം അല്ലേ. അധ്യാത്മരാമായണത്തിൻ്റെ അധ്യാത്മരാമായണത്തിൽ നിന്ന് അതിനെ കംപ്ലീറ്റ്ലി അതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് തോന്നുന്നത്. കുറച്ച് വ്യത്യാസം അവിടെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് വരുമ്പോൾ നോക്കാം കേട്ടോ. ഇനി 30 31 ഒന്നിച്ചാണ് ഞാൻ വായിക്കാം. അതായത് വ്യാസൻ്റെ അധ്യാത്മരാമായണം മൂലം വായിക്കാം. ഏവം വർഷസഹസ്രേഷു ഹ്യനേകേഷു ഗതേഷു ച, രാമോ ദാശരഥി ശ്രീമാനാഗമിഷ്യതി സാനുജ. യദാ ത്വദാശ്രയശിലാം പാദാഭ്യാമാക്രമിഷ്യതി, തദൈവ ധൂതപാപത്വം രാമം സംപൂജ്യ ഭക്തിതാ. ഏവം അനേകേഷു വർഷസഹസ്രേഷു ഗതേഷു, ഇങ്ങനെ അനവധി 1000 കൊല്ലങ്ങൾ കഴിയുമ്പോൾ ശ്രീമാൻ ദാശരഥി രാമ, അതായത് ദശരഥപുത്രനായ രാമൻ, സാനുജം
അതായത് അനുജനായ ലക്ഷ്മണോട് കൂടിയിട്ട് ആഗമിഷ്യതി ഇവിടെ വരും. ത്വദാശ്രയശിലാം, ഈ നീയായിട്ട് നിൽക്കണ ഈ ശില അല്ല കല്ലുണ്ടല്ലോ, കല്ലിനെ പാദാഭ്യം യഥാ ആക്രമിഷ്യതി, തൻ്റെ പാദം കൊണ്ട് എപ്പോഴാണ് സ്പർശിക്കുന്നത്, തഥാ ഏവ ദൂതപാപാത്വം, അപ്പം നിൻ്റെ പാപം മുഴുവനെ നശിക്കും. എന്നിട്ട് ഭക്തിതഃ രാമം സംപൂജ്യ, ഭക്തിപൂർവം നീ രാമനെ നന്നായി പൂജിക്കണം. ഗൗതമൻ പറയാണ്, കുറേ കാലം കഴിയുമ്പോൾ എന്താണ്, അനവധി സഹസ്രങ്ങൾ കഴിയുമ്പോൾ പിന്നെ ശ്രീരാമൻ അനുജനെയും കൂട്ടി, ദശരഥപുത്രനായ ശ്രീരാമൻ അനുജനെയും കൂട്ടി ഇവിടെ എത്തും, ഈ കാട്ടിലെത്തും. എന്നിട്ട് ഒരു കല്ലായി നിൽക്കണ നിന്നിൽ പാദസ്പർശം ഉണ്ടാവും, ഭഗവാന്റെ ചവിട്ടും. അപ്പം നിനക്ക് നിൻ്റെ എല്ലാ പാപങ്ങളും പോയിട്ട് നീ അഹല്യന്നെ ആവും. അപ്പോൾ ശ്രീരാമനെ ഭക്തിപൂർവ്വം നന്നായി പൂജിച്ചോളൂ. അപ്പോൾ അതായത് ശാപമോക്ഷം തന്ന ഭഗവാനെ അതുവരെയും ധ്യാനിക്കുകയാണ് ഭഗവാനെ. ആ ഭഗവാൻ പ്രത്യക്ഷമായി വന്ന് പാദസ്പർശം കൊണ്ട് ശാപമോക്ഷം നൽകും. അപ്പോൾ ഭഗവാനെ വേണ്ട പോലെ നീ ആരാധിച്ചോളൂ, പൂജ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതായത് ശാപമോക്ഷം കൊടുത്തു എന്ന് തന്നെ പറയാം. ഏവം വർഷസഹസ്രേഷു ഹ്യനേകേഷു ഗതേഷു ച രാമോ ദാശരഥി ശ്രീമാൻ ആഗമിഷ്യതി സാനുജ യഥാ ത്വദാശ്രയശിലാം പാദാഭ്യാം ആക്രമിഷ്യതി തദൈവ ധൂതപാപ ത്വം രാമം സംപൂജ്യ ഭക്തിത. അപ്പോൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ശാപമോക്ഷം നൽകിയ രാമനെ നീ വേണ്ട പോലെ പൂജിച്ചോളൂ. ഇനി 1, 2, 3, 4, 5 ശ്ലോകം ഒന്നിച്ചാട്ടോ. പരിക്രമ്യ നമസ്കൃത്യ സ്തുത്വാ ശാപാദ്വിമോക്ഷ്യസേ പൂർവവൻ മമ ശുശ്രൂഷാം കരിഷ്യതി യഥാ സുഖം ഇത്യുക്ത്വാ ഗൗതമം പ്രാഗാദ്ധിമവന്തം നഗോത്തമം തദാദ്യഹല്യ ഭൂതാനാം അദൃശ്യ സ്വാശ്രമേ ശുഭേ തവ പാദരജസ്പർശം കാമുക്ഷതേ പവനാശന ആസ്തേദ്യാഭിരഘുശ്രേഷ്ഠ തപോ ദുഷ്കരമാസ്ഥിത പാവയസ മുനേർഭാര്യാമഹല്യാം ബ്രഹ്മണസുതാം ഇത്യുക്ത്വാ രാഘവം ഹസ്തേ ഗൃഹീത്വാ മുനിപുംഗവ ദർശയാമാസ ചാഹല്യാമുഗ്രേണ തപസാ സ്ഥിതാം രാമശിലാം പദാ സ്പൃഷ്ട്വാ താം ചാപശ്യത്തപോധനം. അപ്പം എന്താ അറിയോ, പരിക്രമ്യ നമസ്കൃത്യ സ്തുത്വ, അതായത് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് സ്തുതിച്ച് ശാപാദ്വിമോക്ഷസേ, ശാപത്തിൽ നിന്ന് മോചിക്കപ്പെടും. പൂർവവത്, മുമ്പത്തെ പോലെ. അപ്പോൾ വേഗം അഹല്യ നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, നീ മുമ്പത്തെ പോലെ നിനക്ക് ശ്രീരാമൻ്റെ പാദ സ്പർശമേൽക്കുമ്പോൾ പണ്ടത്തെ പോലെ പൂർവവത്, മുമ്പത്തെ പോലെ മമ ശുശ്രൂഷാം, നിനക്ക് വീണ്ടും തിരിച്ച് അഹല്യായിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ സാധിച്ചും യഥാസുഖം കരിഷ്യതി, സുഖമാവും വണ്ണം നീ ചെയ്യും. അതായത് ശാപമോക്ഷം തന്നെയാണ് കൊടുത്തത്. അതായത് പിന്നെ ശ്രീരാമൻ്റെ പാദസ്പർശം കേൾക്കുമ്പോൾ നീ പണ്ടത്തെ പോലത്തെ അഹല്യായിട്ട് വന്നിട്ട് നിനക്ക് എന്നെ പിന്നെയും ശുശ്രൂഷിച്ചിട്ട് കാലം കഴിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ആര്? പിന്നെ ഗൗതമനെ സുഖമാകും. ഇതി ഉക്ത്വ, അപ്രകാരം പറഞ്ഞിട്ട് ഗൗതമഃ നഗോത്തമം ഹിമവന്തം പ്രാഗാത്, ഗൗതമൻ പിന്നെ ഹിമവാനെ, ഉത്തമമായിട്ടുള്ള പർവ്വതം ഏതാ? ഹിമവാൻ അല്ലേ? അതായത് ഹിമാലയത്തിലേക്ക് പോയി എന്നർത്ഥം. ഉത്തമമായിട്ടുള്ള പർവ്വതോത്തമനെ പ്രാപിച്ചു മീൻസ് ഹിമാലയത്തിലേക്ക് പോയി. അതും പറഞ്ഞ് ശാപമോക്ഷം നൽകി ഗൗതമൻ ഹിമാലയത്തിലേക്ക് പോയി. തദാതി, അന്ന് മുതൽ അഹല്യ, ഈ ബാക്കി ആർക്കും അദൃശ്യ അഹല്യ, വേറെ ആർക്കും കാണില്ല, ഭൂതങ്ങൾക്കൊന്നും കാണില്ല, ഒരു കല്ലാന്ന് തന്നെ തോന്നുള്ളൂ. അങ്ങനെയുള്ള അഹല്യ പവനാശന തവ പാദരജഹ സ്പർശം കാക്ഷതേ, വായുഭക്ഷണം മാത്രം കഴിച്ചിട്ട് അങ്ങനെ അങ്ങയുടെ പാദസ്പർശത്തിന് വേണ്ടി കാക്ഷിക്കുന്നു, മീൻസ് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് അന്ന് മുതൽ. അതായത് ഗൗതമൻ പിന്നെ
ശപിച്ച് ശാപമോക്ഷം നൽകി പോയ ദിവസം തൊട്ട് ബാക്കി ആർക്കും അദൃശ്യമായിക്കൊണ്ട്, വേറെ ആൾക്കും, ഭൂതങ്ങൾക്കാർക്കും സർവഭൂതങ്ങൾക്കും അദൃശ്യമായിട്ട് വെറും വായുഭക്ഷണം മാത്രം കഴിച്ച് ഭഗവാന്റെ പാദസ്പർശം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കഴിയുകയാണ് എന്നർത്ഥം. രഘുശ്രേഷ്ഠ, ഹേ രാമ, ദുഷ്കരം തപഹ ആസ്ഥിത, ഇങ്ങനെ കഠിന തപസ്സിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുന്ന അദ്യാപി ആസ്തെ, ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു. ബ്രഹ്മണ സുതാം മുനേഹേ ഭാര്യം അഹല്യാം, ആ ബ്രഹ്മാവിൻ്റെ മകളും ഈ ഗൗതമ മുനിയുടെ പത്നിയുമായ അഹല്യയെ പാവയസ്വ, പരിശുദ്ധമാക്കി തീർക്കൂ. തൊട്ടാൽ പാപം മുഴുവൻ പോയിട്ട് പരിശുദ്ധമാവുന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത ആ കല്ലിനെ പാദസ്പർശം, അതായത് അങ്ങയുടെ കാലുകൊണ്ട് സ്പർശിക്കൂ. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞ് മുനിപുങ്കവ, മുനിശ്രേഷ്ഠൻ രാഘവം ഹസ്തേ ഗൃഹീത്വ, രാഘവനെ കയ്യിൽ പിടിച്ചിട്ട് ഉഗ്രേണ തപസാസ്ഥിതാം അഹല്യാം, ഉഗ്ര തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അഹല്യയെ ദർശയാമാസ, കാണിച്ചു കൊടുത്തു. സാധാരണ ആൾക്കാർക്കും കാണില്ല കേട്ടോ അഹല്യയെ, ആ ദിവ്യദൃഷ്ടിയുള്ളവർക്കേ കാണുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു കല്ലാന്നേ മനസ്സിലാവുള്ളൂ. വിശ്വാമിത്രനൊക്കെ ദിവ്യദൃഷ്ടി ഉണ്ടാവുകൊണ്ട് അത് അഹല്യെന്ന് അറിയാം. രാമ പദാശിലാം സ്പൃഷ്ട്വ, രാമൻ കാലുകൊണ്ട് ആ ശിലയെ തൊട്ടിട്ട് അല്ലെങ്കിൽ സ്പർശിച്ചിട്ട് തപോധാനാം താം അപശ്യച്ച, താപസിയായ അവളെ കാണുകയും ചെയ്തു. അപ്പം എന്താ വെച്ചാൽ ഗൗതമൻ ഇതുപോലെ ശപിച്ച് അത് കഴിഞ്ഞ് ശാപമോക്ഷം നൽകി അവിടുന്ന് പോയപ്പോൾ തൊട്ട് 1000 വർഷങ്ങളായിട്ട് അഹല്യാദേവി കഠിന തപസ് ചെയ്ത് ആ എല്ലാവർക്കും അദൃശ്യയായിട്ട് അവിടെ വെയിലും ചൂടും മഴയും ഏറ്റ് വെറും വായുഭക്ഷണം മാത്രമായിട്ട് ശ്രീരാമ പാദസ്പർശം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്താണ് വിശ്വാമിത്രൻ പറയാണ്, ഹേ രാമ, അതുകൊണ്ട് ഇതാണ് ആ അഹല്യ എന്ന ശില. അങ്ങ് ആ തപസ്വി ആയിട്ടുള്ള അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കാനായിട്ട് പാദം കൊണ്ട് തൊടു ആ ശില എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പാദം കൊണ്ട് ആ അഹല്യയാകുന്ന ശിലയെ സ്പർശിച്ചപ്പോൾ അഹല്യയെ കാണുമാറായി. അതായത് അഹല്യയ്ക്ക് ശാപമോക്ഷം രാമന് കാട്ടിക്കൊടുത്തു. ആര്? വിശ്വാമിത്രൻ. അപ്പം രാമൻ പാദം കൊണ്ട് ആ ശിലയെ സ്പർശിച്ചു. അതിൽ നിന്ന് അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി. അഹല്യയെ കണ്ടു രാമൻ. അതാണ് ഈ 5 ശ്ലോകം കൊണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ അത് വായിക്കാം. പരിക്രമ്യ നമസ്കൃത്യ സ്തുത്വാ ശാപാദ്വിമോക്ഷ്യസേ പൂർവൻ മമ ശുശ്രൂഷാം കരിഷ്യസി യഥാസുഖം ഇത്യുക്ത്വാ ഗൗതമ പ്രാഗാദ്ധിമവന്തം നഗോത്തമം തദാദ്യഹല്യാ ഭൂതാനാം അദൃശ്യാ സ്വാശ്രമേ ശുഭേ തവ പാദരജസ്പർശം കാംക്ഷതേ പവനാശന ആസ്തേദ്യാഭിരഘുശ്രേഷ്ഠ തപോ ദുഷ്കരമാസ്ഥിത പാവയസ്വ മുനിർഭാര്യാമഹല്യാം ബ്രഹ്മണസുതാം ഇത്യുക്ത്വാ രാഘവം ഹസ്തേ ഗൃഹീത്വാ മുനിപുങ്കവ ദർശയാമാസ ചാഹല്യാം ഉഗ്രേണ തപസാ സ്ഥിതാം രാമശിലാം പദാസ്പൃഷ്ട്വാ താം ചാപശ്യത്തപോധനം. മലയാളം പോലെയുള്ള സംസ്കൃതമാണ്. വളരെ ഒരു രസമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് എന്താ എല്ലാം വിധി പോലെ നടക്കുള്ളൂ. എന്താ വിധിച്ചാൽ അതനുസരിച്ചിട്ട് നോക്കൂ. വിശ്വാമിത്രൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. വിധി അനുസരിച്ച് നമ്മൾ ഓരോ സമയത്ത് ഓരോ അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് ഓരോ സന്ദർഭത്തിലും നമ്മൾ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഉണ്ടാവണു ഇങ്ങനെ ഉണ്ടാവണു, എല്ലാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം വിധി അനുസരിച്ച് അങ്ങനെ അപ്പം അതുപോലെയാണ്. അപ്പോൾ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് മിഥിലയിലേക്ക് പോണ വഴി അത് സാധിച്ചു. താടകയെ ശ്രീരാമൻ തന്നെ വധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ താടകാവനത്തിൽ കൂടെ വന്ന് ഈ സുബാഹുവിനെ വധിച്ച് മാരീചൻ രക്ഷപ്പെട്ടു. മാരീചനെ പിന്നെ മതിയെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് എല്ലാം വിധി പോലെ ഇങ്ങനെ 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 നടക്കുകയാണ് ഈ രാമായണ കഥയിലും കൂടിയും. കാരണം അവസാനം അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീരാമൻ ഒരു മനുഷ്യനൊന്നുമല്ല, എല്ലാം അറിയാം ശ്രീരാമന് അല്ലേ? ഇപ്പോൾ സീതയെ കട്ടുകൊണ്ട്. പക്ഷെ രാവണനെ കൊല്ലണമെങ്കിൽ അങ്ങനെ ഒരു
ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് അത്ഭുതമാവും. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോന്ന് സംഭവിക്കണു എന്നാണ് കേട്ടോ. ഇനി നമുക്ക് 37, 38, 39 ഒന്നിച്ചാണ്. നനാമ രാഘവോ ഹല്യാം രാമോഹമിതി ചാബ്രവീദ് തതോ ദൃഷ്ട്വാ രഘുശ്രേഷ്ഠം പീതകൗശേയവാസസം ചതുർഭുജം ശംഖചക്രഗദാ പങ്കജധാരിണം ധനുർബാണധരം രാമം ലക്ഷ്മണേന സമന്വിതം സ്മിതവക്ത്രം പദ്മനേത്രം ശ്രീവത്സാങ്കിതവക്ഷസം നീലമാണിക്യസങ്കാശം ദ്യോതയന്തം ദിശോ ദശ. രാഘവ അഹല്യാം നനാമ. രാഘവൻ എന്താലോചിച്ച് നോക്കൂ. ശ്രീരാമൻ അഹല്യെ നമസ്കരിച്ചു. രാഘവ അഹല്യാം നനാമ, അഹല്യെ നമസ്കരിച്ചു. അഹം രാമ ഇതി അബ്രവീത്, എന്നിട്ട് ഞാൻ രാമനാണ് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. അനന്തരം അനന്തരം പീതകൗശേയവാസസം, മഞ്ഞപ്പട്ടും ചതുർഭുജം, അതായത് 4 കൈകളോടുകൂടി ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ചതുർഭുജ വിഷ്ണുവായിട്ട് ധനുർബാണധരം, അല്ല പിന്നെ 2 കയ്യ്, എന്താ വില്ലും അമ്പും ധരിച്ച്, പിന്നെയോ ലക്ഷ്മണേന സമന്വിതം, ലക്ഷ്മണനോട് കൂടിയ സ്മിതവക്ത്രം, നല്ല മന്ദഹസിച്ചും കൊണ്ടുള്ള മുഖത്തോടു കൂടി, പത്മനേത്രം, താമരയുടെ തളു പോലത്തെ നേത്രങ്ങളോടുകൂടി, ശ്രീവത്സാങ്കിത വക്ഷസം, ശ്രീവത്സം മാറിൽ അണിഞ്ഞുകൊണ്ട്, നീലമാണിക്യ സങ്കാശം, നീലമാണിക്യാണെന്ന് തോന്നും കണ്ടാൽ, നീലക്കല്ലാണെന്ന് തോന്നും, നീലമാണിക്യം പോലെയുള്ള ദശദിശ ദ്യോതയന്തം, ആ 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നവനുമായ രഘു ശ്രേഷ്ഠം ദൃഷ്ട്വ, രഘുനാഥനെ കണ്ടിട്ട്, അതായത് അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടിയിട്ട്, ആ കല്ല് ശാപമോക്ഷം കിട്ടിയിട്ട് അഹല്യായിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട ഉടനെ ശ്രീരാമൻ എന്താ ചെയ്ത്, വേഗം അഹല്യെ നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ ശ്രീരാമനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തൻ്റെ ദിവ്യരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് നിന്നു. അതായത് ശംഖചക്ര ഗദാ പത്മ ധനുർബാണം ധരിച്ചുകൊണ്ട്, ശംഖചക്ര ഗദാ പത്മം മാത്രമല്ല, വില്ലും അമ്പും ധരിച്ചുകൊണ്ട്, മഞ്ഞപ്പട്ടുടുത്ത്, നല്ല താമരയതൾ പോലുള്ള കണ്ണുകളോടുകൂടി, മന്ദഹാസം തൂകി, എന്താണ് പിന്നെ അതായത് ഉദിച്ചു ഉയരുന്ന അനേകം സൂര്യന്മാരുടെ പ്രഭയോടുകൂടി, നീലമാണിക്യത്തിൻ്റെ ഭംഗിയോടുകൂടി, ശ്രീവത്സന്മാരിലണിഞ്ഞ്, അങ്ങനെ ആ മഹാവിഷ്ണു രൂപം അഹല്യയ്ക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ട് എന്നാണ് പറഞ്ഞത്. നോക്കൂ, രഘു ശ്രേഷ്ഠം ദൃഷ്ട്വ, അവിടെ നിർത്തിയത്. അങ്ങനെയുള്ള ഭഗവാനെ കണ്ടിട്ട് എന്ന്. എത്ര ഭഗവാന്റെ ഒരു വിനയം നോക്കൂ. ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് പരമാത്മ ചൈതന്യം തന്നെ മനുഷ്യരൂപം കൊണ്ട് വന്നിട്ടുള്ള ശ്രീരാമൻ അഹല്യെ വളരെ തീവ്ര തപസ് ചെയ്ത് തന്നെ കാത്തിരുന്ന അഹല്യെ വേഗം നമസ്കരിച്ചു. കുട്ടിയാണല്ലോ. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി ഞാൻ ശ്രീരാമനാണെന്ന്. എന്നിട്ട് വേഗം ആ മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ എടുത്ത് അത് കാണിച്ചു കൊടുത്തു അഹല്യയ്ക്ക്. ആ രൂപമാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 37, 38, 39 ചെല്ലിയിട്ട് നമുക്ക് 40ലേക്കും 41ലേക്കും പോവാം. നനാമ രാഘവോ ഹല്യാം രാമോഹം ഇതി ചാബ്രവീദ്, ഞാൻ രാമനാണെന്ന് പറഞ്ഞു. തതോ ദൃഷ്ട്വാ രഘുശ്രേഷ്ഠം പീതകൗശേയവാസസം, പീതാംബരം ഉടുത്ത്, ചതുർഭുജം ശംഖചക്രഗദാ പങ്കജധാരിണം, 4 കയ്യിൽ ആസ് യൂഷ്വൽ ശംഖചക്രം ഗദാ പത്മ, പിന്നെ 2 കയ്യിൽ ധനുർബാണം, ധനുർബാണധരം, വില്ലും അമ്പും പിടിച്ചു. രാമം ലക്ഷ്മണേന സമന്വിതം, ലക്ഷ്മണനോട് കൂടിയിട്ട്, സ്മിതവക്ത്രം പദ്മനേത്രം
ശ്രീവത്സാങ്കിതവക്ഷസം നീലമാണിക്യസങ്കാശം ദ്യോതയന്തം ദിശോ ദശ 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ടവിടെ നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് ദൃഷ്ട്വ തതോ ദൃഷ്ട്വ രഘുശ്രേഷ്ഠൻ എന്ന് പറഞ്ഞുല്ലോ. ഇനി 40ഉം 41 42 കൂടി ചെല്ലിയ നമുക്ക് ഈ സെഷൻ നിർത്താം. ദൃഷ്ട്വാ രാമം രാമനാഥം ഹർഷവിസ്ഫാരിതേക്ഷണ ഗൗതമസ്യ വച സ്മൃത്വാ ജ്ഞാത്വാ നാരായണം പരം സംപൂജ്യ വിധിവദ്രാമ മർഘ്യാധിഭിരനിന്ദിത ഹർഷാശ്രുജലനേത്രാന്ത ദണ്ഡവത് പ്രണിപത്യ സാ ഉത്ഥായ ച പുനർദൃഷ്ട്വാ രാമം രാജീവലോചനം പുളകാങ്കിത സർവാംഗ ഗിരാ ഗദ്ഗദയൈളത. ഇനി അഹല്യ സ്തുതിക്കണതാണെന്ന് കഴിഞ്ഞാലേ ഇത് കഴിഞ്ഞാൽ അപ്പം നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. രമാനാഥം രാമം ദൃഷ്ട്വ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണു ഭഗവാനെ കണ്ടിട്ട്, രാമനായി വന്ന വിഷ്ണു ഭഗവാനെ കണ്ടിട്ട് ഹർഷവിസ്ഫാരിതേക്ഷണ സന്തോഷം കൊണ്ട് വികസിച്ച കണ്ണുകളോടെ, അതാണ് ഹർഷവിസ്ഫാരിതേക്ഷണ, സന്തോഷം കൊണ്ട് വികസിച്ച കണ്ണുകളോടുകൂടിയവളായിട്ട് ഗൗതമസ്യ വച സ്മൃത്വ ഗൗതമൻ്റെ വാക്കിനെ ഓർമ്മിച്ചു. രാമൻ വരുമ്പോൾ ശാപമോക്ഷം കിട്ടുന്ന ഗൗതമൻ ശപിച്ചതേ ശാപമോക്ഷം നൽകിയത് ഓർമ്മിച്ചിട്ട് സ്മരിച്ചിട്ട് പരം നാരായണം ജ്ഞാത്വ ഈശ്വര ഇത് ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജ്ഞാത്വ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായിട്ട് അനിന്ദിത, അതായത് പരമപൂജ്യയും ഹർഷാശ്രുജല നേത്രാന്ത സന്തോഷത്താൽ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന സന്തോഷക്കണ്ണീരോടുകൂടിയവളായിട്ട് അർഘ്യാദിഭി എല്ലാം അർഘ്യാദികൾ കൊണ്ട് രാമം വിധിവൽ സംപൂജ്യ ശ്രീരാമനെ വേണ്ട പോലെ പൂജിച്ച് ആരാധിച്ച് സാ ദണ്ഡവൽ പ്രണിപത്യ അവൾ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് ഉത്ഥായാച്ച എന്ന് എഴുന്നേറ്റ് പുനഃ രാജീവലോചനം രാമം ദൃഷ്ട്വ ഈ ചെന്താമര എതളിൻ്റെ പോലെയുള്ള കണ്ണുകളോടുകൂടിയ ശ്രീരാമനെ കണ്ടിട്ട് വീണ്ടും വീണ്ടും കണ്ടിട്ട് അതാണ് രാമൻ ദൃഷ്ട്വ പുനഃ എന്നുണ്ടല്ലോ, വീണ്ടും വീണ്ടും നോക്കിയിട്ടേ പുളകാങ്കിത സർവാംഗ മേല് മുഴുവൻ രോമാഞ്ചമണിഞ്ഞുകൊണ്ടിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവളായിട്ട് ഗദ്ഗതയാ ഗിര ഐളത ഗദ്ഗത വാക്കുകൊണ്ട് ഇപ്രകാരം സ്തുതിച്ചു. ശ്രീരാമൻ ഇങ്ങോട്ട് നമസ്കരിച്ചു, എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു, എന്നിട്ട് വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ മുമ്പിൽ നിന്നു അല്ലേ. അപ്പോൾ അഹല്യയ്ക്കുണ്ടായ ഒരു സന്തോഷം, അഹല്യ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളെ ഓർമ്മിച്ചു. ഈശ്വര ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീരാമരൂപം കൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന് അങ്ങോട്ട് മനസ്സിലായപ്പോൾ കണ്ണിന്ന് സന്തോഷ കണ്ണീര് ഒഴുകി. എന്നിട്ട് പിന്നെയും പിന്നെയും ആ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം നോക്കി 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 ഗദ്ഗതം കണ്ഠത്തോടുകൂടി, അതായത് പറയാൻ വയ്യ, സ്തുതിക്കാനൊന്നും വയ്യ, അത്ര ഗദ്ഗതം വരും, അത്ര തൊണ്ട ഇടറിക്കൊണ്ട് ഇപ്രകാരം സ്തുതിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അതായത് അക്ഷരങ്ങളൊന്നും ശരിക്കും പുറപ്പെടലില്ല, സന്തോഷം കൊണ്ട് വിഷ്ണു ഭഗവാനാ മുമ്പിൽ നിൽക്കണതേ ആ ഭംഗിയുള്ള രൂപത്തിൽ. അതാ പറഞ്ഞില്ലേ 10 ദിക്കുകളെയും പ്രകാശമാനമാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ വിഷ്ണു രൂപം നോക്കി നോക്കി പിന്നെയും പിന്നെയും അത് കണ്ടിട്ട് ഗദ്ഗതം, അതായത് തൊണ്ട ഒരു വാക്ക് സമ്മതിക്കില്ല, അത്ര സന്തോഷം കൊണ്ട് ഇടറിയ കണ്ഠത്തോടുകൂടി ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് നിർത്താം. എന്നിട്ട് അഹല്യാസ്തുതി നാളെ. ദൃഷ്ട്വാ രാമം രാമനാഥം ഹർഷവിസ്ഫാരിതേക്ഷണ ഗൗതമസ്യ വച സ്മൃത്വ ഗൗതമൻ്റെ വാക്ക് ഓർമ്മ വന്നു. ജ്ഞാത്വാ നാരായണം പരം ഇത് മഹാവിഷ്ണു തന്നെയാണെന്ന് അറിഞ്ഞിട്ട് സംപൂജ്യ വിധിവദ്രാമമർഘ്യാദിഭിരനിന്ദിത വേണ്ട പോലെ പൂജിച്ച് ഹർഷാശ്രുജലനേത്രാന്ത ദണ്ഡവത് പ്രണിപത്യ സാ
ദണ്ഡ നമസ്കാരം ചെയ്ത് പിന്നെയും പിന്നെയും നീട്ട് പിന്നെയും ഭഗവാൻ എന്നെ നോക്കി നോക്കി നിൽക്കുകയാണ്. ഉത്ഥായ ച പുനർദൃഷ്ട്വാ രാമം രാജീവലോചനം പുളകാങ്കിത സർവാംഗ, മേലി മുഴുവൻ രോമാഞ്ചമണിഞ്ഞും കൊണ്ട് ഗിരാ ഗദ്ഗതയൈളത, ഗദ്ഗത കണ്ഠത്തോടുകൂടി ഇപ്രകാരം സ്തുതിച്ചു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.